ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ദൈവരാജ്യത്തെക്കുറിച്ച് നാം തുടർമാനമായി ചിന്തിക്കുകയാണല്ലോ. മത്തായിയുടെ സുവിശേഷം 11:12 ഇപ്രകാരം നാം വായിക്കുന്നു: യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇവിടെ ദൈവരാജ്യത്തിലെ ജനങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ മനുഷ്യവർഗത്തിന്റെ എല്ലാ പാപത്തിന്റെയും അധാർമികതയുടെയും വഴി വിട്ടുമാറുവാൻ ധൈര്യം കാണിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിന്റെ വചനത്തിലേക്കും അവിടുത്തെ നിത്യതയുടെ വഴികളിലേക്കും തിരിയുകയാണ് ചെയ്യുന്നത്. അതിൽ എത്ര കനത്ത നഷ്ടം സഹിക്കേണ്ടി വന്നാലും അവർ ദൈവരാജ്യത്തെ അതിന്റെ സകല ശക്തിയിലും അന്വേഷിക്കുവാനായിട്ട് തയ്യാറാകും. ദൈവരാജ്യത്തെയും അതിന്റെ അനുഗ്രഹങ്ങളെയും അനുഭവസ്ഥമാക്കുവാൻ ആത്മാർത്ഥമായ കഠിനാധ്വാനവും നിരന്തരമായ പരിശ്രമവും അത്യാവശ്യമാണ്. വിശ്വാസത്തിന്റെ നല്ല യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. സാത്താനെയും പാപത്തെയും മ്ലേച്ഛതയുള്ള സമൂഹത്തെയും എതിർത്ത് നിൽക്കാനുള്ള ശക്തമായ മനക്കരുത്തും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കാത്തവർക്കും ലോകവുമായിട്ട് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാത്തവർക്കും വചനത്തെ അവഗണിക്കുന്നവർക്കും അശേഷം ആത്മീക ദാഹമില്ലാത്തവർക്കും വേണ്ടിയുള്ളതല്ല ദൈവരാജ്യം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിന്റെ ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് റോമാലേഖനം 14:17 നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ചിന്തിച്ചിട്ടുണ്ട്. ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ അത് സന്തോഷവുമാണ് എന്നാണ് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത്. ഇന്ന് അനേകർ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി, ജഡത്തെ പോഷിപ്പിക്കേണ്ടതിന് വേണ്ടി, ജഡീക ഉല്ലാസങ്ങൾക്ക് വേണ്ടി ഒക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട്, അഥവാ ദൈവത്തെ ദൈവികമായ യാതൊരു വിധമായ ആ അന്വേഷണവും ദൈവത്തെ കുറിച്ചില്ലാതെ ജീവിക്കുന്ന അനേകരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പിന്നത്തേതിൽ അവർ വളരെ പെട്ടെന്നായിരിക്കും അവരുടെ നാശമെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതല്ല, ഇവിടെ ദീർഘായുസോടെ ജീവിച്ചാൽ പോലും ഒരു മനുഷ്യൻ അത്ര കാലം ഇവിടെ ജീവിക്കുവാനായിട്ട് കഴിയും എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവരാജ്യം നിമിത്തമായിട്ട് അനേകർ രക്തസാക്ഷികളായിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ ചരിത്രം മുതൽ അങ്ങനെയാണല്ലോ. ഹാബേൽ ഒന്നാമത്തെ രക്തസാക്ഷിയായി. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതെ, ആ സ്തേഫാനോസ് രക്തസാക്ഷിത്വം വഹിപ്പാനിടയായി. അപ്പോസ്തലന്മാർ രക്തസാക്ഷിത്വം വഹിപ്പാനിടയായി തീർന്നു. അവരൊക്കെ ആ അല്പ നേരം കൊണ്ട് ഒരുപക്ഷെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ചു. അതേപോലെ ധനവാന്റെയും ലാസറിന്റെയും ഒക്കെ അനുഭവം നാം പഠിക്കുമ്പോൾ അവിടെ ലാസർ അവന്റെ ജീവിതകാലം മുഴുവനും അവൻ ദുരിതം അനുഭവിച്ചു. ധനവാൻ വളരെ ആഡംബരത്തോടെ അവൻ ജീവിച്ചു. എന്നാൽ നിത്യതയിൽ ചെന്ന ആ അനുഭവം അവിടെ ഒരു ഉപമയായിട്ട് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. അബ്രഹാമിന്റെ മടിയില് ലാസർ സന്തോഷിക്കുമ്പോൾ ഈ ലോകത്തിലെല്ലാം സുഖിച്ച് ആഡംബരത്തോടെ ജീവിച്ച ആ ധനവാൻ നിത്യ നരകത്തിൽ കിടന്ന്, യാതനാസ്ഥലത്ത് കിടന്ന് വേദനപ്പെടുന്ന അനുഭവമാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, ദൈവരാജ്യം നിമിത്തമായിട്ടൊരു പക്ഷെങ്കിൽ ഇവിടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം വളരെ നിസ്സാരം മാത്രമാണ്. അതിനപ്പുറമായിട്ട് ഒരു നിത്യത കണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തെ ലാക്കാക്കിക്കൊണ്ട് ഓടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ആ വായിച്ചതുപോലെ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നവർ അതിനെ കൈവശമാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ തത്വസംഹിതകളോട് ഇഴുകിച്ചേരാതെ ലോകം ജഡം പിശാചിനെ എതിർത്തുകൊണ്ട്
ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും അടിയുറച്ചു നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് മാത്രമേ അത് കരഗതമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ ദൈവാഖരങ്ങളിൽ പിന്നെയും നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ആ പൂർണ്ണമായ നിത്യതയിലേക്ക് നമുക്ക് ഓടാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊൻതളമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊൻതളമേ. ഏക ഇടയൻ ഒരു കൂട്ടമേ, എത്ര മഹാനന്ദമേ. ഏക ഇടയൻ ഒരു കൂട്ടമേ, എത്ര മഹാനന്ദമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കസൂത്രം പിണക്കങ്ങളൊട്ടുമില്ല. കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കസൂത്രം പിണക്കങ്ങളൊട്ടുമില്ല. കൂട്ടം കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടി പുകഴ്ത്തിടുന്നു. കൂട്ടം കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടി പുകഴ്ത്തിടുന്നു. എത്ര മോദമാർ വർണ്ണിച്ചിടും സ്വർഗീയ ഭാഗ്യമിത്. എത്ര മോദമാർ വർണ്ണിച്ചിടും സ്വർഗീയ ഭാഗ്യമിത്. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ.